എടായി പ്രാതയായി എന്തൊരു മാമ ചുമ്മാ ഓരത്തമ്മ രാവിലെ നമുക്ക് കെട്ടി ഇറങ്ങിക്കോളും. എപ്പം എന്തായിരുന്നേ പിന്നാറ്റി നടക്കണത്? ഓ പരദൂഷണം പറയാം. എന്തൊരു ഇത് ഓരത്തമ്മരെ പറ്റി എന്തൊരു സുഖം. ഡാ ഇങ്ങോട്ട് വാ. എന്തിനു അമ്മ? ഞാൻ നിന്നെക്കുറിച്ച് എന്തൊരു പരദൂഷണം പറഞ്ഞു നടന്ന്? മാമൻ പരദൂഷണം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതാ. എൻ്റെ മാമ പരദൂഷണം പറഞ്ഞതല്ല പറഞ്ഞത്. പിന്നെ ആര് പറഞ്ഞെന്ന്? മാമ ഓരത്തമ്മര് മുക്കിൽ കടയുടെ മുമ്പ് കുത്തിയിരിക്കും കടത്തിടയിൽ. അവര് കടത്തന്നെ കുത്തിയിരിക്കണേന്ന് നിനക്കെന്താ? എനിക്കെന്തിനാ അവിടെ പിന്നെ എന്തിനു പരദൂഷണം പറയണത്? എടാ അവരെന്തരോ പറഞ്ഞോട്ട് നിനക്കെന്താണെന്ന്? അയ്യോ എന്തിനാ പറഞ്ഞോട്ട്? എന്നെ പറ്റിയാണോ അവന്മാർ പരദൂഷണം പറയണം? അറിയാമോ? നിന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് നിനക്കങ്ങനെ മനസ്സിലായടാ. മാമ ഞാൻ കടത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോഴേ ഇവന്മാർ എന്നെ നോക്കിയിട്ട് കുശുഷാന്ന് പറഞ്ഞ് കുനിഞ്ഞിരിച്ചിരിക്കും എന്ന് പറ. എന്തിനെന്ന് പറ? അവന്മാരെ മുമ്പ് കൂടെ മുണ്ട് മടത്ത് കെട്ടി നടന്നിരിക്കും. ബാക്കിയില്ലാതെ എന്തോ കണ്ട് അവര് ചിരിച്ച്. അതിന് കുഴപ്പമുണ്ടല്ലേ? എൻ്റെ മാമ എന്നെങ്കിലും ഞാൻ മുണ്ട് മടത്ത് കുത്തരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാ? അതും ശരി തന്നെ. പിന്നല്ലാതെ. അത് മാത്രമല്ലടാ, എന്തിനാമ നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ്, നല്ല കുടുംബക്കാരുടെ പിള്ളേരുമാണ്. അവരങ്ങനെ പറഞ്ഞൂടാ. ഓ വിദ്യാഭ്യാസം കുടുംബത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർക്ക് നുണ പറയാല്ലേ കണ്ടവനെ പറ്റി? അവരെന്തരോ പറഞ്ഞോട്ടെ. ഇവർക്ക് വേറെ ജോലിക്കൊന്നും വെക്കൂടാമ? എന്താ എന്തരേ? ഇവർക്ക് എന്തെങ്കിലും ജോലിക്ക് വെക്കൂടെ? ജോലിക്ക് പോക്കൂലടാ. അതോ അമ്മ? അപ്പോഴൊക്കെ ഒരു അസുഖമുണ്ട്. അയ്യോ പാവം മാമ. എന്തൊരു അസുഖം? വേർപ്പിന്റെ അസുഖമാടാ, വേർപ്പിന്റെ അസുഖം. എന്ന് വെച്ചാ എടാ കുനിഞ്ഞൊന്നു ജോലി ചെയ്യൂലേ, അപ്പോഴത്തേക്ക് വേർക്കും. അങ്ങനെ അവര് കുനിഞ്ഞിരുന്ന ജോലി ചെയ്യൂലേ, അപ്പോഴത്തേക്ക് വേർക്കോടാ പാവങ്ങൾക്ക്. നമ്മളും കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്കും വേർക്കും. അതിനൊരു അസുഖം ഒന്നും പറയാക്കൂല. എടാ നിങ്ങളെപ്പോലെ അല്ല, പിന്നെ വിദ്യാഭ്യാസമുള്ള പിള്ളേരൊക്കെ വേർത്താണ്ടല്ല, അവരൊക്കെ താങ്ങാൻ ഒക്കൂലടാ. ഓ അങ്ങനെയാണോ അമ്മ? പിന്നെ അതിന് ഉമ്മർക്ക് കുടിക്കാനൊക്കെ പൈസ ഉണ്ടല്ലോ അമ്മ. അതിനൊരു പ്രത്യേകത ഉണ്ടടാ. എന്തൊരു പ്രത്യേകത അമ്മ? കുടിയന്മാർക്ക് ആരെങ്കിലും വളഞ്ഞിട്ട് കൂടെ ഇരുത്തി കുടിപ്പിക്കാൻ ഭയങ്കര ബിരുദാണ്. എനിക്ക് അങ്ങനെ ആരും വളച്ചെടുക്കാനൊന്നും പറ്റണില്ലല്ലോ. നിന്നെ കുടിയിലെ കൂട്ടത്തിലല്ല, ഒരു കൂട്ടത്തിൽ ആരും അടുപ്പിക്കൂലല്ലേ. യവന്മാർക്ക് ജീവിതത്തിലൊക്കെ ഒരു അർത്ഥം വേണ്ടേ അമ്മ? ഉണ്ടടാ. എന്തൊരു കടം വാങ്ങിക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക, അതാണ് അവരുടെ ജീവിതത്തിലെ അർത്ഥം. അപ്പൊ ഈ പൈസ കൊടുത്തവർ ഇവിടുത്തെ തിരിച്ചു ചോദിക്കൂല അമ്മ? ഒളിച്ചു കാണുന്നാ പോരെ. ഓ അപ്പൊ പൈസ കൊടുത്തവരെ കാണുമ്പോ ഇവന്മാർ ഒളിച്ചു കിടക്കും അല്ലേ? നോട്ട് എന്തോ അമ്മ? വാങ്ങിച്ചവരല്ല ഒളിച്ചു കിടക്കണത്, പിന്നെ കൊടുത്തവര് വല്ല മുടുക്കി കൂടെ ഒളിച്ചങ്ങ് പോവും. ഓ അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അതിനാ ഒളിച്ചു കിടക്കണേ? വീണ്ടും ഇവന്മാരെ മുമ്പേ കൂടെ പോയാ കടം ചോദിക്കണമെങ്കിൽ വീണ്ടും കൊടുക്കണ്ടേ? തന്നല്ലേ? പിന്നെ എന്നാലും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമൊക്കെ വേണ്ടേ അമ്മ? ലക്ഷ്യം ഉണ്ടടാ. എന്ത് ലക്ഷ്യമാമ? നിന്നെ പോലെ തന്നെ അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? എത്രയൊക്കെ കടം വാങ്ങിച്ചാലും ഇതുപോലെ പൈസ മിച്ചം വെച്ച് ഒരു ലാറ്ററി ടിക്കറ്റ് എടുക്കോടാ. എന്തിന്? ലാറ്ററി അടിക്കും കോടീശ്വരനാവും എന്നുള്ള ഒരു ലക്ഷ്യം. ഈ ലോട്ടറി അടിക്കണ എല്ലാവർക്കും ഇങ്ങനെ ലക്ഷ്യം ഉണ്ടല്ലോ അമ്മ. പിന്നെ സംശയം ഉണ്ടല്ലേ? ഇവന്മാരെ ലക്ഷ്യപ്പെടാൻ എന്തിനു വേണം അമ്മ? ഒറ്റ വഴിയേ ഉള്ളൂ. എന്തൊരു വഴി? രാജ്യം വിടണോടാ, രാജ്യം വിടണം. ഇന്ത്യ വിടണമെന്നാ? ഇന്ത്യ വിട്ട് വല്ല ഗൾഫിലും വല്ലതും പോണം. എന്താണ് ഗൾഫിൽ പോകണം? തരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാ ഇതേപോലെ കടത്തിൻ്റെ കുത്തിയിരിക്കാനും വേർപ്പിന്റെ അസുഖവും ഉണ്ടാവൂലടാ. അപ്പൊ ഇവന്മാർ എന്തിനു ചെയ്യും മാമ? അവന്മാര് അറബിയിലെ കക്കൂസ് കഴിയെങ്കിലും ജീവിച്ചല്ലേ പറ്റൂ. എന്റെ മാമ അതിനൊക്കെ ഒരു അന്തസ് വേണ്ട. അന്തസ്സുള്ള ജോലിക്കല്ലേ പോവാക്കോളൂ. ഇടക്ക് അറബിയിലെ കക്കൂസ് കഴിയണമെന്ന് പറഞ്ഞാ ഒരു തരം പ്രത്യേക അന്തസ്സല്ലേടാ. എന്തിനു മാമ? അത്ര മണമുള്ള കക്കൂസ് കഴിയണത് പ്രത്യേക തരം അന്തസ്സല്ലേടാ. തന്നെ? വാ